അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹി വ ഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനതൻ യകുൽ ലഹു നസീബും മിൻഹാ. സഹോദരന്മാരെ, സഹോദരികളെ, ശഫാഅത്ത് സാധാരണ നമ്മൾ വളരെ കൂടുതൽ കേൾക്കുന്നൊരു വിഷയമാണ്. പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും പല തലവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഷയം. നാനാവശങ്ങളും സർവ്വവിധേനയും ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ് അല്ല. വളരെ ലളിതമായി ഹ്രസ്വമായി ശഫാഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശഫാഅത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരാശയം, സാധാരണ അത്രയ്ക്ക് കൂടുതൽ മനുഷ്യരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ മാത്രം സമൂഹത്തിൽ അത് ചർച്ചാവിഷയമായതുകൊണ്ട് ശഫാഅത്തെന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ ഏത് രീതിയിൽ ജീവിച്ചാലും, അയാളുടെ ജീവിത രീതി എന്തായാലും, അയാളെ ചില ആളുകൾക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കും. ആ ആളുകൾ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളായാൽ പ്രത്യേകിച്ചും അവർക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന രീതിയിലുള്ള ഒരു പ്രബോധനമാണ് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ജാഹിലിയത്തിലെ അറബികളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ആയത്തുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അവർ അള്ളാഹുവിന് പുറമെ പൂജ അർപ്പിക്കുന്ന ശക്തികളിലും വ്യക്തികളിലും അവർ ആരോപിക്കുന്ന ഒരു വിഷയം, അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് അത്. അള്ളാഹുവിന് പുറമെ അവർ പൂജിക്കുന്നവയെ പറ്റി അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നമ്മുടെ ഓർമ്മയിലുള്ള ഒരായത്തിൻ്റെ ഭാഗം, ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ്. അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹു ഇല്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല, ഞങ്ങളുടെ സ്വന്തം ആളുകളാണ് എന്ന് അറേബ്യൻ ജാഹിലിയത്തിലുള്ള മുശ്രിക്കുകൾ, നമുക്കിടയിൽ തർക്കമില്ലാത്ത വ്യക്തമായ കുഫറും വ്യക്തമായ ശിർക്കും വെച്ച് പുലർത്തുന്ന അറേബ്യൻ ജാഹിലിയത്തിലെ അറബിക്ക് പോലും അള്ളാഹുവാണ് സ്രഷ്ടാവെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ആ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ ഇവർ ശുപാർശ ചെയ്ത് അള്ളാഹുവോട് ഞങ്ങളെ അടുപ്പിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതാണ് തങ്ങളുടെ വിശ്വാസമെന്ന് അവർ പ്രഖ്യാപിച്ചത് നമുക്ക് പറഞ്ഞു തരുന്നത് ഖുർആനാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ആരാധിക്കുന്ന, പൂജ അർപ്പിക്കുന്ന, അവർ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന അവരുടെ മഅബൂദുകൾ അതാരായാലും അവർ തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞു ശരിയാക്കി തരും എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ വിശ്വാസത്തെ അത്യധികം ശക്തമായ ഭാഷയിൽ ഖണ്ഡിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം വചനങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂന അൻ യുഹ്ശറൂ ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ ലഅല്ലഹും യത്തഖൂൻ.
നബിയെ, താങ്കൾ ഈ ഖുർആൻ കൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അവരുടെ നാഥൻ്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പേടിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുക, പരലോക വിശ്വാസമുള്ളവർക്ക് താക്കീത് നൽകാൻ എന്താണ് അവരോട് പറയേണ്ടത്? ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യും വലാ ഷഫീഅ. അള്ളാഹുവിന് പുറമെ അവർക്കൊരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ ഇല്ല, അവർ ഭക്തന്മാരായിക്കൊള്ളട്ടെ എന്നാണ് ഈ ഖുർആനിൻ്റെ വചനത്തിൻ്റെ ആശയം. എന്നിട്ട് ശഫാഅത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാതെ ആരും അവൻ്റെ പക്കൽ ശുപാർശ ചെയ്യാനില്ല എന്ന സത്യം അവരോട് പ്രബോധനം ചെയ്തു കൊടുക്കൂ എന്ന് നിർദ്ദേശിക്കുന്ന ഖുർആൻ ശഫാഅത്തിനെ കുറിച്ച് പ്രാഥമികമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില തത്വങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ശഫാഅത്തിനെ സമ്പൂർണമായി നിഷേധിക്കുന്നില്ല ഖുർആൻ, ഉണ്ട്. പക്ഷേ ആളുകൾ ഗണിക്കുന്ന, അവർ കണക്കു കൂട്ടുന്ന വിധത്തിലല്ല. അതിന് ഉപാധികളുണ്ട്. ഒന്നാമതായി ശഫാഅത്തിൻ്റെ സർവാധികാരങ്ങളും അള്ളാഹുവിനാണ്. ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു തത്വം അതാണ്. പറയാൻ ആവശ്യപ്പെടുന്ന ഖുർആനിക വചനം നബിയോട് പറയാൻ, പ്രഖ്യാപിക്കാൻ, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, താങ്കൾ പറയുക അള്ളാഹുവിനുള്ളതാണ് മുഴുവൻ ശഫാഅത്തും. ശഫാഅത്തിൻ്റെ പരമാധികാരി അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ഉപയോഗിക്കേണ്ടതും അവൻ്റെ നിർദ്ദേശമനുസരിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുമായ ഒന്നാണ് ശഫാഅത്ത്. ശഫാഅത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ്റെ അനുമതിയില്ലാതെ ആരാണ് അവൻ്റെ പക്കൽ ശുപാർശ ചെയ്യുക എന്ന്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറ ബഖറയിലെ ആയത്തുൽ കുർസി എന്ന പ്രസിദ്ധമായ ആയത്തിൻ്റെ ഭാഗമാണ് ആരുണ്ട് അവൻ്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യുന്നവർ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഇപ്പം രണ്ട് പ്രധാന തത്വങ്ങളാണ്. ശഫാഅത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്, അവൻ്റെ അനുമതിയില്ലാതെ ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് മറ്റൊന്ന്. ഇനി ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പ്രമുഖരായ ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. അത് മറ്റാരുമല്ല, മലക്കുകളാണ്. മലക്കുകളുടെ ശുപാർശ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ സ്വീകാര്യമല്ലെന്ന് പഠിപ്പിക്കുന്നതാണ് ഖുർആനിൻ്റെ വചനം. വകം മിൻ മലകിൻ ഫിസ് സമാവാത്ത് ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. ഈ വചനത്തിലൂടെ മലക്കുകളുടെ ശുപാർശയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വകം മിൻ മലകിൻ ഫിസ് സമാവാതി, ആകാശലോകത്തെ എത്ര മലക്കുകളാണ്, അവരുടെ ശുപാർശ യാതൊരു ഉപകാരവും ചെയ്യില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു അനുമതി ചെയ്ത് നൽകിയ ശേഷമല്ലാതെ അവരുടെ ശുപാർശ ഉപകരിക്കില്ല എന്ന് ഖുർആൻ പറയും. നോക്കുക, മലക്കുകൾക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, അവർ ശുപാർശ ചെയ്യുന്നുണ്ട് വിശ്വാസികൾക്ക് വേണ്ടി. ആ ശുപാർശയ്ക്ക് ഒരു ഉപാധിയുണ്ട്, അള്ളാഹുവിൻ്റെ അനുമതി വേണം. ഒന്ന്, ഇന്ന ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ ശുപാർശ ചെയ്തോളൂ എന്ന അനുമതി ലഭിക്കണം. മറ്റൊന്ന്, ആർക്കു വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് എന്ന് അള്ളാഹു തീരുമാനിക്കണം. അവരുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുകയും വേണം. അപ്പം അള്ളാഹു തൃപ്തിപ്പെടുന്ന, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അനുമതി ലഭിച്ച ശേഷമല്ലാതെ ആകാശലോകത്ത് വെച്ച് മലക്കുകൾ നടത്തുന്ന ശുപാർശ ഒരു ഉപകാരവും ചെയ്യില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ഓതിത്തരാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് നബിയോട്. നബി ഓതിത്തന്നു നമുക്ക്. സമാനമായ തത്വം നബിയുടെ കാര്യത്തിൽ നബി പ്രഖ്യാപിച്ചു. ഖുറൈശി പ്രമുഖന്മാരെ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ സ്വന്തം എളാപ്പയോട്, സ്വന്തം കുടുംബാംഗങ്ങളോട്, അമ്മായിയോട്, മകളോട് നബി വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും എനിക്ക് നേടിത്തരാൻ പറ്റില്ല. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പേരെടുത്ത് വിളിച്ചു. അമ്മായി സഫിയയെ പേരെടുത്ത് വിളിച്ചു. സ്വന്തം മകൾ ഫാത്തിമയെ നബി വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, മോളെ ഫാത്തിമ, സലീമി മാലി മാൻ ശിഅ്തി, ഇഷ്ടമുള്ളത് ചോദിച്ചോ, എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ തരാം. സ്വന്തം പിതാവിനോട്
മകൾ ചോദിക്കുന്നത്, പിതാവ് തരാം മകളെ, പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിനക്കൊന്നും നേടിത്തരാൻ എനിക്ക് പറ്റില്ല. എന്നിട്ട് അബ്ബാസിനോട് പറഞ്ഞു, സഫിയയോട് ഇത് ആവർത്തിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ ശുപാർശയുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ എന്ത് വ്യക്തമാക്കിയോ ഒരു ഉപകാരവും ചെയ്യില്ല, അനുമതി ലഭിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശുപാർശയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായി പറയേണ്ടതും ആലോചിക്കേണ്ടതുമുണ്ട്. നമുക്ക് പിന്നീട് പറയാം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒന്നും നേടിത്തരാൻ കഴിയില്ല, ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഭാവം. അനുമതി ലഭിക്കണം. ഏതളവിൽ ആരുടെ കാര്യത്തിൽ എന്തു പറയണം എന്ന അനുമതി ലഭിച്ച ശേഷം എത്രത്തോളം അവരുടെ കാര്യത്തിൽ അള്ളാഹു സംതൃപ്തനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന കൃത്യമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒന്നാണ് ശുപാർശ. പക്ഷേ നാം കേൾക്കുന്ന വഅളുകളിലും നാം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പലരുടെയും പ്രഭാഷണങ്ങളിലും കേൾക്കുന്നത് നേരെ തിരിച്ചാണ്. അവിടെ ധിക്കാരപൂർവം അള്ളാഹുവിൻ്റെ ഭരണത്തിൽ തന്നെ കയ്യേറ്റം നടത്തുന്ന ശുപാർശകരെയാണ് നാം പരിചയപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഏറെ ഉദാഹരണങ്ങളിലേക്ക് പോവേണ്ടതില്ല. അള്ളാഹു പരലോകത്ത് ഖബറിലെ വിചാരണയെക്കുറിച്ച് നാം വിശ്വസിക്കുന്നു. വിശദാംശങ്ങൾ നമുക്കറിയില്ല, നമ്മളത് അന്വേഷിച്ച് പോവുകയും വേണ്ട. അത് പറഞ്ഞു അതിൻ്റെ ഗൗരവം പറഞ്ഞു സംശയം ജനിപ്പിക്കുന്ന വിവരണ രീതിയും നമുക്ക് വേണ്ട. ലോകപ്പ് മർദ്ദനമാണ് എന്ന തീവ്രവാദപരമായ അല്പം നിഷേധാത്മകമായ സമീപനവും നമുക്ക് വേണ്ട. ഖബർ ശിക്ഷയുണ്ട്, എങ്ങനെ ഏത് വിധം നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹദീസിലൂടെ വിശദീകരിച്ചതും ഖുർആൻ ഫറോവ ചക്രവർത്തിയെ പറ്റി പറഞ്ഞെടുത്ത് സൂചിപ്പിച്ചതും വ്യക്തമായി അവരനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചതുമായ വിഷയം നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ഏറെ പറയാനല്ല, വിശദീകരിക്കാൻ ഉദ്ദേശിച്ചു പറയുന്നതല്ല, അത് സൂചിപ്പിച്ചു പോയതാണ്. ആ ഖബറിൽ ചോദ്യമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. എങ്ങനെ നമുക്കറിയില്ല, നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. അവിടെ മുങ്കറും നക്കീറും ചോദ്യത്തിന് വേണ്ടി വരുമെന്ന ഹദീസുകളിലുണ്ട്, നാം അത് വിശ്വസിക്കുന്നു. അങ്ങനെ ചോദ്യത്തിന് വന്ന ഒരാൾ ചോദിക്കപ്പെട്ടപ്പോൾ അയാൾ മറുപടി പറയാൻ സാധിക്കാതെ വന്നു. ആ മനുഷ്യൻ മറുപടി പറയാതിരുന്നപ്പോൾ മലക്കുകൾ അവരെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് കഥയിലുള്ളത്. അടിക്കാൻ ശ്രമിച്ചപ്പോൾ മിസ്റബ എന്നാണ് അവരുപയോഗിക്കുന്ന ആയുധത്തെ പറ്റി ആ കഥയിൽ എഴുതിയിട്ടുള്ളത്. അടിക്കാൻ ഓങ്ങിയപ്പോൾ ഓങ്ങിയത് മാത്രം അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ മലക്കുകളുടെ കയ്യിൽ വടി കാണുന്നില്ല, അടിക്കാനുള്ള ഉപകരണം കാണാതെ പോയി. മലക്കുകൾ സങ്കടത്തോടെ തിരിച്ചുപോയി. അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചവനെ, നല്ലയാളുടെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത്. ഞങ്ങൾ അയാളോട് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയാതെ വന്നപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കാൻ നോക്കി. ഞങ്ങളുടെ കയ്യിലെ വടി കാണാതെ പോയി, ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നാണ്. അപ്പം എന്താണ് പ്രശ്നം? മലക്കുകൾ ഖബറിൽ ചോദ്യം ചോദിക്കാൻ ചെന്നപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദായ ഈ മനുഷ്യനോട് നിന്റെ റബ്ബാരാണ്, നബിയാരാണ്, ദീനേതാണ്, ഇമാമാരാണ്, കിബില ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ സാധിക്കാതെ അയാൾ വിഷമിച്ചു. ഇവരടിക്കാനോങ്ങിയപ്പോൾ അയാൾ യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു. അപ്പം അതോടുകൂടെ മലക്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അപ്പം അള്ളാഹുവിനോട് പരാതി പറയുന്ന മലക്കുകളുടെ ദയനീയമായ ചിത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അള്ളാഹു പറഞ്ഞതോ നമുക്കതിലേറെ സങ്കടം തോന്നും. നമ്മളെ പടച്ചോനാണല്ലോ ഈ പറയുന്നത് എന്ന് തോന്നും. പടച്ചോൻ പറഞ്ഞു, അതെ, ഞാൻ അയച്ചൊരു മനുഷ്യനുണ്ട്, അയാളുടെ മുരീദന്മാരെ സഹായിക്കാനും രക്ഷിക്കാനും അവകാശവും അധികാരവും നൽകിക്കൊണ്ട് ഞാൻ അയച്ച ഒരാളുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അയാളുടെ പേര്. അതാ അവിടെ അർശിൻ്റെ അടുത്ത് ഉറങ്ങിയ മാതിരി കിടക്കുന്നുണ്ട് എന്നാണ് കഥയിൽ എഴുതിയിട്ടുള്ളത്. ഉറങ്ങിയ മാതിരി എന്ന് ആ പദം തന്നെ ഞാൻ കടമെടുത്തു പറയാണ്. ഉറങ്ങിയതുപോലെ ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണ് ഈ വടി തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് മൊയ്തീൻ ഷെയ്ഖ്. മലക്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പടച്ചോനും കൈമലർത്തുകയാണ്. ഞാൻ എന്താ ചെയ്യാന്നുള്ള രീതിയിലാണ് അള്ളാഹുവിൻ്റെ സംസാരവും. മഅദല്ലാ,
അപ്പോൾ പോയി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. മലക്കുകൾ തന്നെ പറഞ്ഞയച്ചു. ഇടപെടാൻ പടച്ചോനും മടി. അങ്ങനെ ഷെയ്ഖിൻ്റെ മുരീദ് പറഞ്ഞ് ചെയ്തതനുസരിച്ച് ധിക്കാരപരമായി തട്ടിപ്പറിച്ചു കൊണ്ടുപോയ വടി ചോദിക്കാൻ മലക്കുകളുടെ അടുത്ത് ചെന്ന മൊയ്തീൻ ഷെയ്ഖിൻ്റെ മലക്കുകൾ ഷെയ്ഖിൻ്റെ അടുത്ത് ചെല്ലുന്ന ചിത്രം. ചെന്ന് ചോദിക്കുമ്പോൾ ഷെയ്ഖിൻ്റെ മറുപടി, അതെൻ്റെ മുരീദാണ്, നിങ്ങൾ ചോദിച്ചത് തെറ്റി. നിങ്ങൾ അയാളോട് ചോദിക്കേണ്ടത് റബ്ബാരാ, നബി ആരാ, ഇമാം ആരാന്നൊന്നുമല്ല. ചോദിക്കേണ്ടത് മുരീദു മൻ അന്ത, ആരുടെ മുരീദാണ് നീ എന്നാണ്. മൊയ്തീൻ ഷെയ്ഖിന്റെ മുരീദാണെന്ന് അയാൾ പറഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന ഒരു ശഫായത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ധിക്കാരപരമായി അള്ളാഹുവിൻ്റെയും അവനേൽപ്പിച്ച മലക്കുകളുടെയും ഭരണവും അവരുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തി ധിക്കാരപരമായി പെരുമാറുന്ന, ഇങ്ങനെ ഇടപെടലുകൾ നടത്തുന്ന, അള്ളാഹുവിൻ്റെ ഭരണത്തിൽ ഇടപെടലുകൾ നടത്തുന്ന ഷെയ്ഖുമാരിലുള്ള വിശ്വാസത്തോടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു ശഫായത്ത്. അതാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത്. ഇത് ഞാനൊരു കഥ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാറോലയിൽ വന്ന കഥയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കോടമ്പിയകം എന്ന മുക്രിയകത്ത് ഹാജി മുഹമ്മദ് മുസ്ലിയാരാൽ എഴുതപ്പെട്ടതും 930കളിൽ പൊന്നാനിയിൽ നിന്ന് അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചതും പാനായിക്കുളം കരുവേലിപ്പറമ്പിൽ അബ്ദുറഹിമാൻ മുസ്ലിയാർ ഉൾപ്പെടെ ഉത്തരവാദപ്പെട്ട സമസ്തയുടെ പിൻകാലത്ത് നേതാക്കളായി അറിയപ്പെട്ട സമസ്തയുടെ പുസ്തകശാലകളിൽ പോയി അന്വേഷിച്ചാൽ അവരുടെ ജീവചരിത്ര കുറിപ്പുകൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന ആ വലിയ മനുഷ്യന്മാർ കിതാബിൽ കണ്ട സത്യമാണ് ഇതിലുള്ളതെന്ന് എഴുതി കൊടുത്ത ജൗഹറത്തുൽ ഖുതുബിയ ഫീ മനാഖിബി ഖുതുബിൽ അലിയ എന്ന പേരിൽ ഖുതുബിയ്യത്തിൻ്റെ അറബി മലയാള പരിഭാഷയിൽ നിന്നാണ് ഞാൻ ഈ കഥ ഉദ്ധരിച്ചത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഇസ്ലാം മതം പഠിപ്പിക്കപ്പെടുന്ന രീതി എന്താണ്, എത്ര ഗൗരവതരമായാണ് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് എന്നോർത്തു നോക്കൂ. സമാനമായ എത്രയെത്ര കഥകളാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത്. നമ്മൾ പലതും പറയുമ്പോൾ എവിടെ എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് പല മാലപ്പാട്ടുകളിലും കഥകളിലും ഉദ്ധരിക്കുന്ന സംഭവങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടതും എൻ്റെ കയ്യിൽ പുസ്തകം സ്റ്റോക്കുള്ളതും പതിറ്റാണ്ടുകളായി ഞാൻ സൂക്ഷിച്ചു വരുന്നതുമായ എൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ കഥ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഈ രീതിയിലുള്ളൊരു ശുപാർശയെ പറ്റിയാണ് മുസ്ലിം സമൂഹത്തോട് പ്രസംഗങ്ങൾ നടക്കുന്നത്. ഈ പ്രസംഗം കേൾക്കുന്ന, ഇത് സത്യമാണ്, കിതാബിലുള്ളതാണ് എന്ന് മഹാപണ്ഡിതന്മാർ, ഈ പുസ്തകത്തിന് തക്രീർ എഴുതി കൊടുത്ത ഒരു പണ്ഡിതൻ പാനായിക്കുളം കരുവേലിപ്പറമ്പിൽ അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്ന് പറയുന്നത് പുതിയാപ്പിള അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനി സ്വദേശിയാണ്. പാറക്കടവത്ത് കാളിയായിരുന്ന തലശ്ശേരി അബ്ദുള്ള മുസ്ലിയാരാണ് തക്രീർ എഴുതി കൊടുത്ത മറ്റൊരു പണ്ഡിതൻ. പ്രായമുള്ള ആളുകൾക്ക് ആ സമാനരായ പണ്ഡിത നേതാക്കളോട് ചോദിച്ചാൽ ഈ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അവരെഴുതി കൊടുത്തതനുസരിച്ച് കിതാബിലുള്ള സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് നമ്മുടെ ആളുകൾ ഇത് വായിക്കുന്നത്. അപ്പം അവരുടെ മനസ്സിൽ പിന്നെ അള്ളാഹുവിന് എന്താണ് നിലവാരം ഉണ്ടാവുക? മഹാനായ സെയ്ദ് മൗലവിയുടെ പ്രസംഗം കേട്ട പ്രായം ചെന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന മാലപ്പാട്ടുകളിൽ നിന്ന് എടുത്തു പറഞ്ഞിരുന്ന ഒന്നാണ്, ഒരു കുട്ടി മരിച്ചു, ഉമ്മ ഷെയ്ഖിനോട് പരാതി പറഞ്ഞു. ഷെയ്ഖിനോട് പരാതി പറഞ്ഞപ്പോൾ ഷെയ്ഖ് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ഈ കുട്ടിയുടെ റൂഹിനെ തിരിച്ചു കൊടുത്താളാണ്. ഷെയ്ഖ് പറഞ്ഞു, അധികാരം ഇല്ല എനിക്ക് തരാൻ, സർട്ടാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചതാണ്, നിങ്ങൾ ചോദിച്ചതിന് റൂഹ് തിരിച്ചു തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിൽ കൊട്ടയ്ക്ക് ഒരു അടി കൊടുത്തു, ഒരു തട്ടു കൊടുത്തു. ആ കൊട്ടയിൽ അന്ന് പിടിച്ച റൂഹൊക്കെ നമ്മൾ മീൻ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആ കൊട്ടയിലുള്ള റൂഹൊക്കെ ഒളിച്ചുപോയി. എല്ലാവരുടെ ആത്മാക്കളും തിരിച്ചു ചെന്നു. അന്ന് മരിച്ച ആളുകളൊക്കെ പുനർജീവനം. അപ്പം അള്ളാഹുവിനോട് ചെന്ന് മലക്കുൽ മൗത്ത് സങ്കടം പറയാ, പടച്ചോനെ എന്താണ് ചോദിച്ചത് കൊടുത്താൽ എല്ലാം പോകുമായിരുന്നോ എന്ന് പടച്ചോൻ കൈമലർത്തുക. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ശൈഖന്മാരുടെ കഥകൾ നൂറുകണക്കിന് കഥകളാണ് സമൂഹത്തെ നയിക്കുന്ന
മതനേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോവരുത്. കാരണം ഈ വിധത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അവരുടെ ഉത്തമ വിശ്വാസം അതാണ്. അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, എൻ്റെ മുരീദിന് ഞാൻ ഷാഫി എന്നോവർ എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞ മാലപ്പാട്ടിലെ വരിയുണ്ടല്ലോ, എൻ്റെ മുരീദ് ഒന്നും പേടിക്കണ്ട, അന ഷാഫിയുൻ ലീ മുരീദി എന്ന് തന്നെ, എൻ്റെ മുരീദിന് ഞാൻ ഷാഫി ആണ് എന്ന് ഷെയ്ഖ് പറയുന്നു. എൻ്റെ മുരീദുകൾ നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്കു പറഞ്ഞോവർ. നമ്മുടെ നാട്ടുകാരൻ കാളി മുഹമ്മദ് എഴുതിയ മൊയ്തീൻ മാലയാണ്. മുരീദുമാർ നരകത്തിലില്ല എന്ന് മലക്കു പറഞ്ഞിട്ടുണ്ട്. നല്ലത് ചെയ്തതുകൊണ്ടല്ല, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുരീദന്മാർ നല്ലവരല്ലെങ്കിലും ഞാൻ നല്ലവനാണ്, അവരൊക്കെ രക്ഷപ്പെട്ടു. ഇതാണ് പഠിപ്പിക്കപ്പെടുന്നത്. എവിടെയും എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു ആളുകൾ. ഇനി പടച്ചോന്റെ തഖ്ദീർ മാറ്റാൻ ഇവർക്ക് കഴിയുന്നു. അള്ളാഹു തീരുമാനിച്ച കാര്യം നടപ്പിൽ വരുത്താതെ അത് എതിർത്തുകൊണ്ട് അത് തിരുത്താൻ കഴിയും. ക്ഷമിക്കണം, ഞാനൊരു സംഭവം കൂടി പറയാം. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അടുത്തൊരു ഷെയ്ഖ് വരികയാണ്, മറ്റൊരു ഷെയ്ഖ്. അയാൾ വന്ന് ഷെയ്ഖിനോട് പറഞ്ഞു, തങ്ങളെ കുട്ടിയില്ല, എനിക്ക് മക്കളില്ല, ഒരു കുട്ടിയെ വേണം. അപ്പോൾ ഷെയ്ഖ് മേലോട്ട് നോക്കി. എവിടെയാണ് നോക്കുന്നത്? ലൗഹുൽ മഹ്ഫൂദിലാണ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ തഖ്ദീറുകളുടെ രേഖ എന്ന് നാം വിശ്വസിക്കുന്ന ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടിയില്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വന്നയാൾ അത്ര മോശക്കാരനല്ല. അയാൾ പറഞ്ഞു, തങ്ങളെ ഞാൻ 7 കൊല്ലമായി ലൗഹുൽ മഹ്ഫൂദ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ എനിക്ക് കുട്ടിയില്ല എന്ന് രേഖപ്പെടുത്തിയത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങയുടെ അധികാരം ഉപയോഗിച്ച് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ഒന്ന് ഉയർത്തു. ഷെയ്ഖ് തലേക്കെട്ടെടുത്തു. പുസ്തകത്തിലുള്ളത് ജദ്ബിൻ്റെ ഹാല് പകർച്ചയായി എന്നാണ്. എന്തോ ഒരു അവസ്ഥാന്തരം ഉണ്ടായി, മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കുക. അയാൾക്ക് എന്തോ ഒരു ഭാവമാറ്റം വന്നു. സൂഫി ഭാഷ്യമാണ് ജദ്ബിൻ്റെ ഹാല്. അങ്ങനെ അയാളുടെ ഭ്രാന്തമായ ഈ അവസ്ഥയിൽ അയാൾ തലപ്പാവെടുത്തു. അതിലെന്തോ എഴുതിയിട്ട് മേലോട്ട് എറിയാൻ നോക്കുമ്പോൾ അതാ കടന്നു വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി, സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ്. ഈ 5 പേരും കടന്നു വന്നു. നബി കൈ പിടിച്ചു പറഞ്ഞു, മോനെ ചെയ്യരുത്. പേരക്കുട്ടി എന്നാണല്ലോ പറയാ നബിയുടെ. ചെയ്യരുത്, അദബുകേടാണ്. മേലോട്ട് എറിയരുത്, അദബുകേടാണ്. അപ്പൊ ഷെയ്ഖിന്റെ തിരിച്ചുള്ള ചോദ്യം, ഞാൻ എന്തു ചോദിച്ചാലും തരാമെന്ന് പടച്ചോനെ ഏറ്റതല്ലേ, പിന്നെന്താ? അപ്പം നബിയും കൈമലർത്തി. നബി മാറി നിന്നു. റസൂലുള്ള മരിച്ച്, സിദ്ദീഖിന്റെ മരണം കഴിഞ്ഞ്, ഉമറും കൊല്ലപ്പെട്ട്, ഉസ്മാനും കൊല്ലപ്പെട്ട്, അലിയും കൊല്ലപ്പെട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിക്കുന്ന മൊയ്തീൻ ഷെയ്ഖാണ് കഥയിലുള്ള ആൾ, നായകൻ. വരുന്നതോ ഇവരൊക്കെയാണ്. കൈപിടിക്കുന്നത് നബിയാണ്. അവസാനം നബി മാറി നിന്നു. ഈ തലേക്കെട്ട് മേലോട്ട് എറിഞ്ഞിട്ട് ഈ മനുഷ്യന് കുട്ടിയില്ല എന്ന അള്ളാഹുവിൻ്റെ തഖ്ദീർ, അള്ളാഹു ജല്ല ജലാലുഹുവിൻ്റെ തഖ്ദീർ മായിച്ചു പോയിട്ട് തലേക്കെട്ട്. എന്നിട്ട് കുട്ടി ഉണ്ടെന്ന് തിരുത്തി എഴുതി തലേക്കെട്ട് തിരിച്ചു വന്നു. ഈ കഥ ഞാൻ ഇനി വിശദീകരിച്ച് പറയുന്നില്ല, നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ തന്നെയാണ്. ഇത് വിശ്വസിക്കണം. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മതം, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീനീ പ്രബോധനം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ് ശിഫാർശ നിഷേധിക്കുന്നവരാണ്, ഔലിയാക്കളെ ആദരിക്കാത്തവരാണ്, പ്രവാചകന്മാരുടെ മഹത്വം തള്ളിക്കളയുന്നവരാണ് എന്നൊക്കെ ഇസ്ലാഹി ആദർശം അംഗീകരിക്കുന്നവരെ പറ്റി ഇവർ കുറ്റപ്പെടുത്താറുള്ളത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ശഫാഅത്ത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ആശയങ്ങളെ നമുക്ക് പരിശോധിക്കാൻ. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക് വമാ ലഹു മിൻഹും മിൻ ലഹീർ വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള. ഈ വചനത്തിലും അല്ലാഹു ഒരു വെല്ലുവിളി നടത്തുകയാണ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഉണ്ടെന്ന് സഹായിക്കുമെന്ന് ജൽപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിക്കൂ.
ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു അണുത്തൂക്കം പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. അതിൽ അവർക്കൊരു പങ്കുമില്ല. അവരിൽ നിന്ന് അള്ളാഹുവിനൊരു സഹായവുമില്ല. അള്ളാഹു അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്താൽ അത് ഉപകരിക്കുകയുമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശുപാർശയെക്കുറിച്ചുള്ള സുവ്യക്തമായ ആശയം. അപ്പൊ തോന്നുന്നവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനല്ല, അനുമതിയുടെ ശേഷം മാത്രമാണ് ശുപാർശ. ഇനി ശുപാർശയെപ്പറ്റി, പരലോകത്തെ ശുപാർശയെപ്പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഷഫാഅത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്യുക എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആദ്യം ഓതിക്കേട്ട ആയത്ത് മൻ യശ്ഫാ ശഫാഅത്തൻ ഹസനതൻ യകുൽ ലഹു നസീബും മിൻഹ എന്ന വചനം. ഒരു നല്ല റെക്കമെൻഡ് ഒരാൾ ചെയ്താൽ, ഒരു നല്ല കാര്യത്തിന് ശുപാർശ ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടും. ഒരാളുടെ ജോലിക്ക് വേണ്ടി, ഒരാളുടെ വിവാഹ കാര്യത്തിൽ, ഒരാളുടെ ചികിത്സാ കാര്യത്തിൽ, ഒരാളുടെ പഠന കാര്യത്തിൽ, ഒരാളുടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ശുപാർശ ചെയ്താൽ അതിന് അയാൾക്ക് കൂലി കിട്ടും. എല്ലാവരും ചെയ്യുന്ന ഒരു ശുപാർശയാണത്, ചെയ്യേണ്ട ശുപാർശയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഉപകാരം, പ്രോത്സാഹനം, അത് ശുപാർശയാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല, കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവന് നരകശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടേത്. അതൊരു തരം ശുപാർശയാണ്, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന ശുപാർശ. നൽകാൻ വേണ്ടി എനിക്ക് കഴിയില്ല, നമുക്ക് സാധിക്കില്ല എങ്കിൽ അത് കഴിയുന്നവരോട് അയാളെ സഹായിക്കൂ എന്ന് പറയണം. വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ എന്ന വചനത്തിൻ്റെ ആശയം ഓർത്തു നോക്കുക. അവരെ കുറിച്ച് ആക്ഷേപിക്കുകയാണ് ഖുർആൻ. അതൊരു തരം ശുപാർശയാണ്. ആളുകൾക്ക് ഒരു ജോലിക്ക് വേണ്ടി, അയാളുടെ ആരോഗ്യനിലയുടെ സംരക്ഷണത്തിന് വേണ്ടി, അയാളുടെ വിവാഹകാര്യത്തിന് വേണ്ടി, മക്കളുടെ വിവാഹകാര്യത്തിന് വേണ്ടി നടത്തുന്ന ശുപാർശകൾ, റെക്കമെൻഡുകൾ, അത് ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു, ഒരാവശ്യക്കാരൻ. എന്നിട്ട് ആരെങ്കിലും നബിയുടെ അടുത്ത് വന്നാൽ, ഹദീസിൽ പറയുന്നത് കാന നബിയു ഇദാ അതാഹു ത്വാലിബു ഹാജ അഖ്ബല അലാ ജുലസാഇഹി ഫഖാല ഇശ്ഫഉ തുജറു വയഖ്ളി അല്ലാഹു അലാ ലിസാനി നബിയിഹി മാ അഹബ്ബ്. ആവശ്യം വല്ലതും ഉന്നയിച്ചുകൊണ്ട് നബിയുടെ അടുത്ത് വരുന്നവരുടെ കാര്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം പ്രതികരിക്കും. ആളുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയും, ഇശ്ഫഉ തുജറു, നിങ്ങൾ ശുപാർശ ചെയ്യുക, നിങ്ങൾക്ക് കൂലി കിട്ടും. ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് ശരിയാക്കി കൊടുക്കുക എന്ന് റസൂലുള്ള പറയാ. അതാണ് ഇശ്ഫഉ തുജറു, നിങ്ങൾ ശുപാർശ ചെയ്യുക, നിങ്ങൾക്ക് കൂലി കിട്ടും. എന്നിട്ട് അള്ളാഹു അവൻ്റെ പ്രവാചകന്റെ തിരുനാവിലൂടെ അവൻ ഇഷ്ടപ്പെട്ടത് നടപ്പിൽ വരുത്തും എന്നും പ്രവാചകൻ കൂട്ടത്തിൽ പറഞ്ഞു. നബിയുടെ തീരുമാനം, അള്ളാഹുവിൻ്റെ തീരുമാനം പ്രവാചകന്റെ നാവിലൂടെ, അഥവാ അവിടുത്തെ തീരുമാനം അനുസരിച്ചാണ് ഈ പറയുന്നത് എന്നുകൂടി. ബരീറ ഒരു പാവം പെൺകുട്ടിയാണ്, നബിയുടെ ബന്ധു. അവളെ കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ബരീറയ്ക്ക് മാനസികമായി യാതൊരു താല്പര്യവും ആ ബന്ധം തുടർന്നു പോവാൻ ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ബരീറ ആഗ്രഹിച്ചു. ബരീറ അവസാനം ഭർത്താവിൽ നിന്ന് ഖുല്ല് നടത്തി പിരിഞ്ഞു, വേർപിരിഞ്ഞു. അദ്ദേഹം കൊടുത്ത മഹർ തിരിച്ചു നൽകി, വിവാഹബന്ധം വേർപ്പെടുത്തി. എന്നിട്ട് ബരീറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, മോളെ ബരീറ, ലൗ റാജഅ്തിഹി, മോളെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിച്ചുകൂടെ? രണ്ടാമതൊരു പുനരാലോചന, ആ ഭർത്താവിൻ്റെ, ആദ്യ ഭർത്താവിൻ്റെ കൂടെ തന്നെ മടങ്ങിപ്പോയി അവിടെ ഒരു ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന്
നബി ചോദിച്ചു. അപ്പോൾ ബരീറയുടെ ചോദ്യം, ഖാലത്ത് യാ റസൂലല്ലാഹ് തഅ്മുറുനി, നബിയെ അങ്ങനോട് കൽപ്പിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അഷ്ഫ, ശിപാർശ മാത്രമാണ് മോളെ എന്ന്. ഖാലത്ത് ലാ ഹാജത ലീ ഫീഹി, നബിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്താണ് സംഭവം നമുക്കറിയാം. ഭർത്താവിൻ്റെ കൂടെ സഹിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭർത്താവിൽ നിന്ന് മോചനം നേടിയ പെണ്ണ് നബിയുടെ ബന്ധുക്കാരിയായ പെണ്ണിനോട് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമം കണ്ടിട്ടാണ് നബി ചോദിക്കുന്നത്, ബരീറ ഒന്ന് പുനരാലോചന നടത്തിക്കൂടെ, തിരിച്ച് രണ്ടാമത് ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കൂടെ എന്ന്. അപ്പോൾ ബരീറയുടെ ചോദ്യം, നബിയെ അങ്ങ് കൽപ്പിക്കണോ? എന്താ കൽപ്പിക്കാന്ന് ചോദിച്ചാൽ, അങ്ങ് കൽപ്പിച്ചാൽ ഞാൻ അനുസരിക്കും. നബി ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊരാലോചനയില്ല, ഞാനത് ചെയ്തിരിക്കും. അപ്പം നബി പറഞ്ഞു, ഇല്ല ഞാൻ കൽപ്പിക്കുകയല്ല, അഷ്ഫ, ഞാൻ ശിപാർശ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഭൗതിക കാര്യങ്ങളിൽ സാധാരണമായി നടക്കുന്ന ശിപാർശയ്ക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ അതിലും ചില ശിപാർശകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുദാഹരണമാണ് മഹാനായ ഉസാമയുടെ ശിപാർശ. ഒരു ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മോഷണം നടത്തി. മോഷണക്കുറ്റം ചുമത്തപ്പെട്ട സ്ത്രീക്ക് ഇസ്ലാമിക ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് ശ്രുതി പരന്നു. ആ ശിക്ഷ നടപ്പാക്കാതെ ആ ഗോത്രത്തിലെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ നബിയോട് റെക്കമെൻഡ് ചെയ്യാൻ ആളുകളെ അന്വേഷിച്ചു പലരും നടന്നു. അവസാനം അവർ കണ്ടത് തിരുനബിയുടെ പ്രിയങ്കരൻ എന്ന് വിശേഷിപ്പിക്കുന്ന സെയ്ദിന്റെ പുത്രൻ ഉസാമയെയാണ്, ചെറുപ്പക്കാരനായ സഹാബി. ആ ഉസാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, ഈ കുട്ടിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഉസാമ നിർബന്ധത്തിന് വഴങ്ങി നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ ഇവരൊരു ഉന്നത ഗോത്രക്കാരിയാണ്, ഈ കൈമുറിക്കുക എന്ന ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമുള്ള കാര്യങ്ങൾ നേരിടുമ്പോൾ ചെയ്യുന്നത് പോലെ മിമ്പറിൽ കയറി, എന്നിട്ട് പ്രസംഗം തുടങ്ങി. ആ കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും ബിമിസ്ലി ഹാദാ ഔ കമാ ഖാൽ, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ നശിച്ചത്. എന്തായിരുന്നു അവരുടെ സ്വഭാവം? ഇദാ സറക ഫീഹിമുശ് ശരീഫു തറകൂഹു വഇദാ സറക ഫീഹിമുൽ ലഈഫു അഖദൂഹു. മാന്യന്മാർ മോഷണം നടത്തിയാൽ അവരെ ഉപേക്ഷിക്കും, ശിക്ഷിക്കാതെ വിട്ടുകളയും. പാവപ്പെട്ടവർ മോഷണം നടത്തിയാലോ അവരെ പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ നശിച്ചത്. എന്നിട്ട് ഉസാമയോടായി നബി ചോദിച്ചു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, ഉസാമ അല്ലാഹുവിൻ്റെ ശിക്ഷാവിധികളിൽ ഒന്നിനെ കുറിച്ചാണോ നീ ശിപാർശ ചെയ്യുന്നത്? നീ ഒരു കാര്യം ഓർത്തോ, വഅയ്മുല്ല ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ് സറഖത് ലഖതഅതു യദഹ. മുഹമ്മദിന്റെ മകൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിൽ അല്ലാഹുവാണ്, ഞാൻ അവളുടെ കൈ മുറിച്ചു കളയും. ഇതായിരുന്നു നബിയുടെ കൃത്യമായ പ്രഖ്യാപനം. അപ്പൊ ഇവിടെ അള്ളാഹുവിൻ്റെ ശിപാർശയുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ ഹുദൂദുമായി ബന്ധപ്പെട്ട ഒരു ശിപാർശയാണ് ഉസാമ നടത്തിയത്. അത് പാടില്ല. അപ്പം മതത്തിലെ കണിശമായി പാലിക്കപ്പെടേണ്ട നിയമ വ്യവസ്ഥകളെ മാറ്റുന്ന വിധത്തിലുള്ള ശഫാഅത്തുകൾ പാടില്ല. എന്നാൽ ഒരാൾക്ക് ഉപകാരം ലഭിക്കുന്ന ഏത് കാര്യത്തിലും, അത് കുടുംബപരമോ വൈയക്തികമോ സാമൂഹികമോ ആയ തലങ്ങളിൽ ശിപാർശ ചെയ്യണം, അതുകൊണ്ട് കൂലിയും കിട്ടും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇനി ചില ധാരണകൾ തിരുത്തുക എന്ന ഒരു പ്രശ്നവും കൂടിയുണ്ട് ശിപാർശയുടെ കാര്യത്തിൽ. ഹദീസിലെ ഒരു പരാമർശമാണ്. മറ്റു പല തലങ്ങളുമായും ബന്ധപ്പെട്ട് നാം കേൾക്കുന്ന ഒരു സംഭവത്തെ ശിപാർശയുമായി ബന്ധപ്പെടുത്തി ഒരു പരാമർശം വന്നതുകൊണ്ടാണ് ആ സംഭവം ഓർമ്മിക്കുന്നത്. ഒരു അൻസാരി കടന്നു വരുന്നു, ഒരു ദരിദ്രനായൊരു പാവപ്പെട്ട മനുഷ്യൻ. ആളുകളുടെ ഒരു ധാരണ തിരുത്തുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. നബിക്ക് അതേ ലക്ഷ്യമാണ് നമ്മളും ഈ ഹദീസ് പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഒരു സാധു മനുഷ്യൻ വരുന്നു,
കൂടെയുള്ള ആളുകളോട് നബി ചോദിച്ചു, അയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു, എന്താണ് അഭിപ്രായം? അപ്പൊ അവര് പറഞ്ഞു, നബിയെ, ഹരിയുൻ ഇദാ ഖതബ അല്ലാ യുങ്ക, ഹരിയുൻ ഇദാ തകല്ലമ അല്ലാ യുസ്മ, ഹരിയുൻ ഇദാ ശഫഅ അല്ലാ യുശഫഅ. നബിയെ, എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് അഭിപ്രായം, ആ മനുഷ്യൻ ഒരു കല്യാണാലോചനയുമായി വന്നാൽ വിവാഹം നടത്തി കൊടുക്കാൻ അർഹനല്ല. സംസാരിച്ചാൽ കേട്ടിരിക്കാനും അർഹനല്ല. റെക്കമെൻഡ് ചെയ്താൽ, ശുപാർശ ചെയ്താൽ സ്വീകരിക്കാനും യോഗ്യനല്ല എന്ന് നബിയോട് അവർ പറഞ്ഞു. നബി കേട്ടു. പിന്നീട് ഒരാൾ വന്നു. അയാൾ അവിടെ ഒരു പ്രഭുവാണ്, പണക്കാരനാണ്. അയാളെക്കുറിച്ച് ഇവരോട് തന്നെ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, ഹരിയുൻ ഇദാ ഖതബ അൻ യുങ്ക, ഹരിയുൻ ഇദാ തകല്ലമ അൻ യുസ്മ, ഹരിയുൻ ഇദാ ശഫഅ അൻ യുശഫഅ. നബിയെ, കല്യാണാലോചന നടത്തിയാൽ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും, യോഗ്യനാണ്. സംസാരിച്ചാൽ സംസാരം കേട്ടിരിക്കാൻ അയാൾ യോഗ്യനാണ്. വല്ല ശുപാർശയും ചെയ്താൽ അത് അംഗീകരിക്കാനും അയാൾ അർഹനാണ് എന്ന്. രണ്ടാളുകൾക്ക് അവർ കണ്ട ഗുണമെന്താണ്? ഒരാൾ കല്യാണാലോചന നടത്തിയാൽ, റെക്കമെൻഡ് ചെയ്താൽ, സംസാരിച്ചാൽ കെട്ടിച്ചു കൊടുക്കാനും സ്വീകരിക്കാനും അത് അംഗീകരിക്കാനും ഒക്കെ കേട്ടിരിക്കാനും ഒക്കെ യോഗ്യനാണെന്ന് പറഞ്ഞയാൾ ഒരു പ്രഭുവാണ്, ധനാഢ്യനാണ് എന്ന ഏക കാരണത്താൽ അതാണ് അവരുടെ വിലയിരുത്തൽ. മറ്റേയാളൊരു സാധുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. ആദ്യത്തെയാൾ നിങ്ങൾ ഈ പറഞ്ഞവനേക്കാൾ 10 മടങ്ങ് യോഗ്യനാണ് എല്ലാറ്റിനും എന്നായിരുന്നു നബിയുടെ പ്രതികരണം. അത് ഒരു പ്രത്യേക ഗുണപാഠം നമുക്ക് നൽകുന്നു. പണക്കാർ മോശക്കാരാണ് എന്ന പാഠമല്ല. പണക്കാർ പണമുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് യോഗ്യതയുണ്ട് എന്ന ആ മാനദണ്ഡം വെച്ച് യോഗ്യത അളക്കരുത് എന്ന ഗുണപാഠം. ഒരാൾ ദരിദ്രനായി എന്നതുകൊണ്ട് മാത്രം അയാൾ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന ഗുണപാഠം. അതാണ് ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കുന്നത്. ഇവിടെ ശുപാർശ സ്വീകരിക്കാൻ യോഗ്യത ധനപരമായ മികവാണ് എന്ന ധാരണയെ നബി തിരുത്തി. അപ്പോൾ ഒരു കാര്യത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത് ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ റെക്കമെൻഡ് പണമില്ല എന്നതുകൊണ്ട് തള്ളിക്കളയരുത്. നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രശ്നങ്ങളെ ഇതുമായി ബന്ധിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ വേദന തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും. കൂടുതൽ വേദനിക്കാനോ അതൊരു ആരോടെങ്കിലുമുള്ള വൈരമായി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനോ വേണ്ടിയല്ല. പ്രവാചകൻ ഇടപെട്ട ഒരു മേഖല എന്ന നിലയ്ക്ക് അവിടുന്ന് പഠിപ്പിക്കുന്ന, സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന സമൂഹത്തിന് അവിടുന്ന് നൽകിയ ബോധം ഏതെല്ലാം തലങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി സൗകര്യപ്പെടുന്ന ഒന്നാണ് നമ്മൾ ഈ കേട്ട സംഭവം. ഇനി ശുപാർശയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അത് പരലോകത്തെ ശുപാർശയാണ്. ആ പരലോകത്തെ ശുപാർശയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ശഫാഅത്തിനെ 2-3 നമുക്ക് തരംതിരിക്കേണ്ടി വരും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന മഹത്തായ ശഫാഅത്ത്. ആ ശഫാഅത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന ഹദീസുകൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. യൗമുൽ ഖിയാമയിൽ, അന്ത്യദിനത്തിൽ ആളുകൾ വെപ്രാളത്തിലാകുന്ന സമയം, പേടിച്ച് മനുഷ്യർ നിൽക്കുന്ന സന്ദർഭം, എല്ലാവരും ഭയപ്പാടിലാണ്. ആർക്കും ആരോടും എന്തെങ്കിലും ചോദിക്കാൻ പറ്റാത്ത സന്ദർഭമാണ്. ഇവിടെ എൻ്റെ മകനെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ മകനെ, ഭാര്യയെ, പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒരാൾ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ, ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനു വേണ്ടി മരിക്കാൻ നാം തയ്യാറാണ്. അവൾ മരിക്കുന്നതിന് മുമ്പ് നാം മരിച്ചു വീണാലും അവരെ ശത്രുവിന് വിട്ടുകൊടുക്കാൻ നാം തയ്യാറല്ല.
നമുക്കതിന് പ്രോത്സാഹനങ്ങളും കിട്ടിയിട്ടുണ്ട്. തൻ്റെ സഹോദരന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പൊരുതി മരിക്കുന്നവൻ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണെന്ന് നമുക്ക് നബി പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന, അതിർതർക്കത്തിൻ്റെ പേരിൽ കത്തിക്കുത്തുണ്ടാക്കുന്ന അനാവശ്യ പ്രശ്നങ്ങളുടെ പേരിലുള്ള ഇടപെടലുകളെ കുറിച്ചല്ല. അകാരണമായി ശത്രുക്കളാൽ നമ്മുടെ ബന്ധുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ നാം അവർക്ക് വേണ്ടി പൊരുതി മരിക്കുക, നമ്മുടെ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് കള്ളന്മാരും കൊള്ളക്കാരും നമ്മെ വളഞ്ഞു പിടിച്ച് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം അവരോട് പൊരുതി മരിച്ചാൽ ഒമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ് ഒമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ് എന്ന് റസൂലുള്ള പറഞ്ഞ പ്രോത്സാഹനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറയാനല്ല ഞാൻ ഈ സംഭവം ഓർത്തത്. ദുനിയാവിലെ സ്ഥിതി അതാണ്. ഇവിടെ നമുക്കത് വിലപ്പെട്ടതാണ്. നമ്മുടെ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നാം എന്തും ചെലവഴിക്കും, നമ്മുടെ ജീവൻ തന്നെ നാം നൽകും. എന്നാൽ പരലോകത്തോ? പരലോകത്തിന് തിരിച്ചൊരു ചിത്രമാണ്. ലാ അൻസാബ ബൈനഹും, ഖുർആന്റെ പ്രഖ്യാപനം. അവിടെ കുടുംബ ബന്ധമില്ല, അവിടെ യാതൊരു കുടുംബ ബന്ധവുമില്ല. വാപ്പ എവിടെ എന്ന് മകൻ അന്വേഷിക്കുന്നില്ല, മകൻ എവിടെ എന്ന് പിതാവ് അന്വേഷിക്കുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവൾ എവിടെ എന്ന് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല, എവിടെ അദ്ദേഹം എന്ന് ഭാര്യ അന്വേഷിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞ ആയത്തുകളും പഠിപ്പിച്ച വിഷയങ്ങളും എമ്പാടും നമ്മുടെ ഓർമ്മയിൽ നിന്നെടുത്ത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന, ഓർമ്മ വരുന്ന ഒരുപാട് വചനങ്ങൾ നാം പഠിച്ചുപോയ ആയത്തുകളുടെ കൂട്ടത്തിലില്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. മനുഷ്യൻ്റെ തൻ്റെ സഹോദരനെ വിട്ട്, വാപ്പയെ വിട്ട്, ഉമ്മയെ വിട്ട്, കുടുംബത്തെ വിട്ട്, ഭാര്യയെയും ഭർത്താവിനെയും വിട്ട് അവരോടിപ്പോകുന്ന ദിവസം. ആരും പരസ്പരം ചോദിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നതോ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും ആലോചിക്കാൻ മാത്രം, ഏറ്റെടുക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ആരും പരസ്പരം അന്വേഷിക്കില്ല. എല്ലാവരും ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ വിശദീകരിക്കേണ്ടതില്ല. പരലോകം, മഹ്ശർ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഗൗരവം വിശദീകരിക്കുന്ന അനേകം ഹദീസുകളുടെ ആശയങ്ങൾ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ, ഖുതുബയിൽ അല്ലാതെയൊക്കെ കേട്ടവരും വായിച്ചവരും ഓർക്കുന്നവരും അത് ഖുർആനിലൂടെ പഠിക്കുന്നവരുമൊക്കെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്നുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സൂര്യൻ്റെ ചൂടും അത്യധികം ഉഷ്ണവും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും, ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് 50 അൽഫ സന എന്നാണ്. ഒരു വർഷത്തിന് 50 വർഷത്തിൻ്റെ ദൈർഘ്യം. 50 അൽഫ സന, 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. ആപേക്ഷികമാണ്. ഇവിടെയുള്ള ദിനങ്ങളും അവിടെയുള്ള ദിനങ്ങളും വ്യത്യസ്തമാണ്. ഇവിടെയുള്ള വർഷവും അവിടെയുള്ള വർഷത്തിൻ്റെ കണക്കും വ്യത്യസ്തമാണ്. നമുക്കറിയാത്ത ഒരു ലോകം, ഒട്ടും പരിചിതമല്ലാത്ത ഒരു മേഖല, ഈ ഹ്രസ്വകാല ജീവിതത്തിന് ശേഷം മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു വമ്പിച്ച അവസ്ഥ. ആ അവസ്ഥയെ പറ്റിയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മഹ്ശർ. ആ മഹ്ശർ എല്ലാവരും പേടിയിലാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഈ ദീർഘകാലത്തെ നിൽപ്പും ഈ പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിലർ അവിടെ തണലിലാണ്. നമ്മൾ പഠിച്ച ഹദീസുകളിൽ 7 വിഭാഗത്തിന് തണൽ കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ, എന്നാലും എല്ലാവരും പേടിയിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരവസ്ഥ. ആ കാത്തിരിപ്പ് നാളിൽ ആളുകൾ കൂടി തീരുമാനിക്കും, നമ്മളൊന്ന് പോയി നോക്കുക, ഈ നിൽപ്പ് എത്ര കാലം തുടരണം എന്ന് നമുക്കറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം എന്നവർ തീരുമാനിക്കും. അവർ ആദം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെല്ലും. ആദം അലൈഹിസ്സലാമിനോട് മക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, ഈ ദുരവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണം,
ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, എന്തെങ്കിലും ഒരു മോചനം, ഈ അവസ്ഥ മാറ്റം വരണം എന്ന് പിതാവിനോട് പറയും. പിതാവ് നിർദ്ദേശിക്കും, മക്കളെ നിങ്ങൾ ലസ്തുലാഹ വലാകിൻ അലൈക്കും ബി ഇബ്രാഹിം, എനിക്കതിന് അർഹതയില്ല, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ അടുത്ത് പോയി നോക്ക് എന്ന് പറയും. മഹാനായ ഇബ്രാഹിം നബിയുടെ അടുത്ത്, ഫൈന്നഹു ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീലാണ്, സുഹൃത്താണ് എന്നാണല്ലോ ഇബ്രാഹിമിൻ്റെ സ്ഥാനപ്പേര്, നിങ്ങളൊന്ന് അവിടെ പോയി നോക്കൂ എന്ന് പറയും. ഫയൗതൂന ഇബ്രാഹിം ഫയഖൂൽ ലസ്തുലഹ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹവും പറയും, ഇല്ല, ഞാനതിന് അർഹനല്ല. ചില റിപ്പോർട്ടുകളിൽ ആദം നബി പറയുന്ന കൂട്ടത്തിൽ, ഞാനൊരു നിരോധിത കാര്യം ചെയ്തവനാണ്, എന്നോട് ആ പഴം തിന്നരുത്, ആ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ലാ തഖറബ ഹാദിഹി ഷജറ, ഞാനത് ലംഘിച്ചു, അതുകൊണ്ട് എന്താണ് വരുന്ന തീരുമാനമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പം ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിടുന്നത്. ഇബ്രാഹിം നബി ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വിശദീകരിക്കാൻ നേരമില്ല. അവസാനം ഇബ്രാഹിം നബി മൂസ നബിയുടെ അടുത്തേക്ക് വിടാൻ, വലാകിൻ അലൈക്കും ബി മൂസ ഫൈന്നഹു കലീമുള്ള, അള്ളാഹുവിൻ്റെ കലീമായ മൂസയുടെ അടുത്തൊന്ന് പോയി നോക്കുന്നു, മൂസ നബിയുടെ അടുത്തും. അപ്പൊ മൂസ നബി പറയുന്നതും ലസ്തുലാഹ അലൈക്കും ബി ഈസ ഫൈന്നഹു റൂഹുല്ലാ വ കലിമത്തു, അള്ളാഹുവിൻ്റെ വചനവും ആത്മാവും ആയിട്ടുള്ള ഈസാ നബിയുടെ അടുത്തേക്ക്, നിങ്ങൾ ഈസയുടെ അടുത്തേക്ക് പോയി നോക്കൂ എന്ന് മൂസ നബി അലൈഹി ഇസ്ലാം പറയും. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈസാ നബിയും ലസ്തുലാ അലൈക്കും ബി മുഹമ്മദ്, നബിയുടെ അടുത്ത് പോയി നോക്കൂ എന്ന് പറയും, മുഹമ്മദിൻ്റെ അടുത്ത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലൈഹി. അങ്ങനെ എല്ലാവരും കൂടി നബിയുടെ അടുത്ത് ചെല്ലുന്ന രംഗമാണ്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, പരലോകത്തെ ഈ ശഫാഅത്തുൽ ഉദുമയെ പറ്റി പരാമർശിച്ചുകൊണ്ട് ലോകത്ത് നടക്കുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സർവ്വവിധ അന്യായങ്ങളെയും ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ആണോ? നബി ശുപാർശയില്ലേ? ശുപാർശയുണ്ട്. ആ ശുപാർശയുടെ രൂപമാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ശറഫുൽ അനാം മൗലിദിലൂടെ അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി എന്ന് ചൊല്ലുന്നതിന് ന്യായീകരണമാണോ? കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ആ നബിയോട് അദ്ദേഹം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നബിയെ അങ്ങയുടെ ശഫാഅത്ത് നൽകണേ, അങ്ങയുടെ ശഫാഅത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളുടെ കാര്യം കഷ്ടമാണ് എന്ന് ഇവിടെ വെച്ച് വിളിച്ചു പറയാ നബിയോട്. അത് നബിയോടുള്ള പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതൊക്കെ ന്യായീകരിക്കുക. ശഫാഅത്തില്ലേ എന്ന് ചോദിച്ചാൽ ശഫാഅത്തുണ്ട്. എങ്ങനെയാണ് ആ ശഫാഅത്ത്? ആ ശഫാഅത്തിന്റെ അധികാരം കയ്യിൽ പിടിച്ച് വന്നോളൂ വന്നോളൂ എന്ന് പറയുന്ന രീതിയല്ല. ആ പ്രവാചകൻ ഇനി എന്ത് ചെയ്യുന്നു എന്ന് ഹദീസിലൂടെ തന്നെ നമുക്ക് വായിക്കണം. ഇപ്പൊ പോയത് ആദമിന്റെ അടുത്താണ്. അവിടെ എല്ലാവരും ജീവിച്ചിരിക്കുന്നു. മരിച്ച ആദം നബിയോടല്ല, പുനർജീവനത്തിന് വിധേയമായ ശേഷം ആദം നബിയുടെ അടുത്ത് ചെന്നാണ് ചോദിക്കുന്നത്. ആദം നബിയാണ് മറ്റേ ഇബ്രാഹിം നബിയുടെ അടുത്ത് വിടുന്നത്. ഇബ്രാഹിം നബിയാണ് മൂസാ നബിയുടെ അടുത്തേക്കും അദ്ദേഹം ഈസാ നബിയുടെ അടുത്തേക്കും വിടുന്നത്. അവസാന നബിയുടെ അടുത്തെത്തി, മുഹമ്മദ് റസൂലിൻ്റെ അടുത്ത്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, പരലോകത്തൊരു പദവിയുണ്ട്. നബി പറയാ നമ്മളോട്, ഒരു വലിയ പദവി, അതെനിക്ക് കിട്ടണം. നബി ആഗ്രഹിക്കുക, എനിക്ക് കിട്ടണം. അശഫാഅത്ത് ഹബ്ലന എന്ന് ഇവിടെ വെച്ച് വിളിച്ചു പറയുന്നവനോട് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളോടൊക്കെ പറയുന്നത്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബിയോട് ശഫാഅത്ത് ചോദിക്കാനല്ല, നബിക്ക് പരലോകത്ത് അള്ളാഹു നിശ്ചയിച്ച മഹത്തായ പദവി നമ്മുടെ നബിക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമ്മളിപ്പം ബാങ്ക് കേട്ടപ്പം പ്രാർത്ഥിച്ചു, മഗ്രിബിന് പ്രാർത്ഥിച്ചു, ഇനി ഇശാ ബാങ്ക് കേട്ടാൽ അതിനും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ആതി മുഹമ്മദനിൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ അത്താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. പഠിച്ചവനെ,
നിർവഹിക്കാൻ പോകുന്ന നമസ്കാരത്തിൻ്റെ, ഈ നമസ്കാരത്തിന് വേണ്ടി കേട്ട ക്ഷണത്തിൻ്റെ ഉടമസ്ഥ എന്ന് വിളിച്ചുകൊണ്ടാണ്. ബാങ്ക് കേട്ട ശേഷമുള്ള പ്രാർത്ഥനയല്ലേ? ഈ നമസ്കാരത്തിന് വേണ്ടിയുള്ള ക്ഷണം നിന്റെ ക്ഷണമാണ്. ആ ക്ഷണത്തിൻ്റെ ഉടമസ്ഥനെ, അതുപോലെ നിർവഹിക്കാൻ പോകുന്ന നമസ്കാരം നിനക്ക് വേണ്ടിയാണ്. ആ നമസ്കാരത്തിൻ്റെ അധികാരിയായിട്ടുള്ളവന് ആത്തി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല, പടച്ചവന് മുഹമ്മദ് നബിക്ക് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി നീ നൽകണേ വസീലയും ഫളീലയും. പരലോകത്തുള്ള ഒരു പ്രത്യേക പദവിയാണത് എന്ന് റസൂലുള്ളാഹി പറയും. വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅദ്ത, നീ അദ്ദേഹത്തോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ മഖാമുൻ മഹ്മൂദ് ഉണ്ടല്ലോ, സ്തുത്യർഹമായ പദവി, സ്ഥാനം, ആ സ്ഥാനവും നബിക്ക് കൊടുക്കണേ എന്ന് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് വിശ്വാസികളോട് പറയുന്നത്. അത് നബി പറഞ്ഞതാണ് നമ്മളോട്, എനിക്ക് വേണ്ടി നിങ്ങൾ പടച്ചവനോട് തേടണം. ആ നബിയോടാണോ ശഫാഅത്ത് ചോദിക്കേണ്ടത്? ആ നബിക്ക് വേണ്ടി പരലോകത്ത് ഈ പദവി കിട്ടാൻ, നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടാണ് നബി ചെയ്തത്. ആ പദവിയാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. സ്തുത്യർഹമായ സ്ഥാനത്ത് താങ്കളെ അല്ലാഹു നിയോഗിക്കാം എന്ന് ഖുർആൻ പറഞ്ഞു. ആ മഖാമുൻ മഹ്മൂദ് വിനിയോഗിക്കാം, അങ്ങയെ നിയോഗിച്ചേക്കാം എന്ന് അല്ലാഹു പറയുന്ന ആ മഖാമുൻ മഹ്മൂദ് ഞങ്ങളുടെ നബിക്ക് കൊടുക്കണേ എന്ന് ഓരോ വിശ്വാസിയും ഒരു ദിവസം പലതവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. നബിനോട് ശഫാഅത്ത് ചോദിക്കാനല്ല. ആ ശുപാർശയെ പറ്റിയാണ് നാം ഹദീസുകളിൽ വായിക്കുന്നത്. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്താ പറയാ? ഫഅഖൂൽ അനലഹ, അതെ ഞാനത് കാത്തിരിക്കുകയാണ്, അതിന് ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? പടച്ചവനെ, ഈ ആളുകൾ വന്നിരിക്കുന്നു, ഇവരെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചവനോട് നേരിട്ട് പറയല്ല. സുമ്മ അന്തലിക്, പിന്നെ ഞാൻ പോകും. എന്നിട്ട് ഫഅസ്തഗ്ദിനു അലാ റബ്ബി, എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും പേടി, കൊടുമയായ പേടി എന്ന് പറയുന്ന വമ്പിച്ച പേടിയിലാണ്. പടച്ചവനോ, ആരാണ് ഇന്ന് അധികാരി? ആരാണടോ ഇന്ന് അധികാരി? ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവും കുറച്ച് ഗൗരവത്തിലാണ്. ഖുർആനിൽ നമ്മൾ വായിക്കാറില്ലേ, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എവിടെ രാജാക്കന്മാർ? ഒരുപാട് രാജാക്കന്മാരും ഭരണാധികാരികളും ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ? ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം എന്ന് അല്ലാഹു ചോദിക്കും. എന്നിട്ട് അവൻ തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സ്വേച്ഛാധിപതിയായ അല്ലാഹുവിനാണ്, ഏകനായ അല്ലാഹുവിനാണ് അധികാരം, മറ്റൊരു രാജാക്കന്മാരും ഇന്നിവിടെയില്ല. ആ ദിനത്തിൽ ഞാൻ ചെന്ന് സമ്മതം ചോദിക്കും. ഫഅസ്തഗ്ദിനു അലാ റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ സമ്മതം ചോദിക്കും. ഫയുദനുലി, എനിക്ക് സമ്മതം കിട്ടും. വഹയ്യ് മുഖേന അറിയിക്കപ്പെട്ട കാര്യം നമുക്ക് നബി പറഞ്ഞു തരും. അങ്ങനെ ഫഅഖൂമു ബൈന യദൈഹി, ഞാൻ അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കും. ഫഅഹ്മദുഹു ബിമഹാമിദ് ലാ അഖ്ദിറു അലൈഹാ ഇല്ലാ അൻ യുൽഹിമനീഹാ, ഞാൻ അല്ലാഹുവെ പ്രശംസിക്കും, പ്രശംസാ വാക്കുകൾ ഞാൻ ചൊരിയും. എനിക്കിപ്പോൾ അതറിയില്ല, എനിക്ക് അവൻ അപ്പോൾ തോന്നിപ്പിച്ചു തരും. അപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരുന്ന സ്തുതിഗീതങ്ങൾ ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കും, അല്ലാഹുവിന് ഞാൻ സ്തുതികൾ അർപ്പിക്കും. ആ വാചകങ്ങൾ ഇപ്പോൾ പറയാൻ എനിക്ക് സാധിക്കില്ല, അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിപ്പിച്ചു തരുമ്പോൾ മാത്രം എനിക്കത് പഠിക്കാൻ പറ്റും. സുമ്മ അഖിറു ലിറബ്ബിനാ സാജിദ, പിന്നെ ഞാൻ എൻ്റെ പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. ആ സുജൂദ് എത്ര കാലം? ചില റിപ്പോർട്ടുകൾ
കുറേ സമയം, കുറേ കാലം എന്നൊക്കെ പറയാവുന്ന വിധം റിപ്പോർട്ടുകൾ കാണാം, വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ഞാൻ സുജൂദിൽ കിടക്കും. ഏറ്റവും സംക്ഷിപ്തമായ റിപ്പോർട്ടാണിത്. ഫയഖൂൽ, അള്ളാഹു പറയും, ഞാൻ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാത്രം എനിക്ക് തോന്നിപ്പിച്ചു തരുന്ന പ്രാർത്ഥനകളും ഹംദിന്റെ വചനങ്ങളും ഞാൻ ഉരുവിടും. അപ്പൊ എന്നോട് പറയും, യാ മുഹമ്മദ് ഇർഫ, മുഹമ്മദ് എഴുന്നേൽക്കൂ, ഇർഫ റഅസക്, തല ഉയർത്തു, വഖുൽ യുസ്മാ ലക്, പറയൂ കേൾക്കാം, വസൽ തുഴ്ത, ചോദിക്കൂ നൽകാം, വഷ്ഫ തുഷഫ, ശിപാർശ ചെയ്യൂ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ ഫഅഖൂലു യാ റബ്ബ് ഉമ്മത്തി ഉമ്മത്തി, അപ്പോൾ ഞാൻ പറയും, പടച്ചവനെ എൻ്റെ സമുദായം, എൻ്റെ സമുദായം എന്ന്. അപ്പോൾ എന്നോട് പറയും, പോകൂ. എന്നിട്ട് ആദ്യം പറയുക തിരുനബിക്ക് അനുവദിക്കപ്പെട്ട ഒരു പ്രത്യേക ശിപാർശയാണ്. അതെന്താണ്? ഹിസാബില്ലാത്ത നിന്റെ സമൂഹത്തിലെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗം തുറന്നു കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് ആദ്യമായി യാതൊരു വിചാരണക്കും വിധേയമല്ലാത്ത ആളുകളെ സ്വർഗത്തിൽ പോവാൻ അനുവാദം കൊടുക്കും. അതാണ് ശഫാഅത്തുൽ ഉളുമായുടെ തുടക്കം. ആ മഹാസംഭവം മുഹമ്മദ് റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് ശിപാർശയില്ലാതെ പോകുന്നവർ? നമുക്കത് വിശദീകരിക്കേണ്ടതില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമൂഹത്തിൽ 70,000 ആളുകൾ യദ്ഖുലൂനൽ ജന്ന ബിദൂനി ഹിസാബിൻ വലാ അദാബ്, വിചാരണയോ ശിക്ഷയോ കൂടാതെ എൻ്റെ സമൂഹത്തിലെ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകും. തിരുനബി അള്ളാഹുവിനോട് ഉക്കാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് നിർദ്ദേശപ്രകാരം, അനുമതി പ്രകാരം അന്ത മിൻഹും എന്ന് ഉക്കാശയോട് പറയുകയും ചെയ്തു, താങ്കൾ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇത് കേട്ട് വരെയുള്ള ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തിരുനബി പറഞ്ഞതോ സബക്ക ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി എന്നാണ്. നിന്നെ മറികടന്നു ഉക്കാശ എന്നായിരുന്നു. ആ താല്പര്യം ഉക്കാശിക്കാണല്ലോ ഉണ്ടായത്, അതുകൊണ്ട് അത് ഉക്കാശ കൊണ്ടുപോയി, ചാൻസ് കഴിഞ്ഞു എന്ന് നബി പറഞ്ഞു. അതിനുശേഷം നബി വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും മടങ്ങി വരുമ്പോൾ എല്ലാവരും ചർച്ചയിലാണ്, സഹാബിമാർ. അപ്പൊ നബി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര ഗൗരവതരമായ ഒരു ചർച്ച? അപ്പൊ അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ ആ 70,000 പറ്റി ചർച്ച ചെയ്യാം. ചില ആളുകൾ പറഞ്ഞു, അത് സഹാബിമാരാണ്, നമ്മളാണ്. നബിയിൽ ആദ്യകാലം മുതൽ വിശ്വസിച്ച സഹാബിമാരെ കുറിച്ചാണ് പറയുന്നതെന്ന്. അങ്ങനെ ഓരോ വിഭാഗത്തെക്കുറിച്ചും അവരാവാം, ഇവരെ കുറിച്ചാവാം, ഇന്നയാളുകളെ പറ്റിയാവാം എന്നൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരാണെന്ന് വിശദീകരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഹുമുല്ലദീന ലാ യക്തവൂൻ വലാ യസ്തർകൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ സവിശേഷമായ ചില ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. അവർ കെയ്യ് എന്ന ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു, ചൂടുവെക്കുന്ന ഒരു ചികിത്സാ രീതി, ഒരു പ്രാകൃത ചികിത്സാ സമ്പ്രദായം, അത് ചെയ്യാത്തവരാണ്. വലാ യസ്തർകൂൻ, മന്ത്രവാദികളെ തേടിപ്പോവാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെയുള്ള വിശേഷണങ്ങളുള്ള 70,000 എന്ന് നബി വിശേഷിപ്പിച്ചിട്ടുള്ള മറ്റ് ഹദീസുകളിൽ മറ്റ് ചില രീതികൾ കൂടി, സ്വഭാവങ്ങൾ കൂടിയുള്ള പ്രമുഖന്മാരെ കുറിച്ച് പറഞ്ഞ അത്തരം ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ അവിടുന്ന് നിർദ്ദേശം കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വർഗപ്രവേശം അനുവദിക്കും. പിന്നെയുള്ളത് മറ്റുള്ളവരുടെ കാര്യം. വിചാരണക്കെടുത്ത് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രവാചകന്റെ ആദ്യ
ഇടപെടലാണ്, ശുപാർശയാണ്. അനുമതി ലഭിച്ച ശേഷം നടത്തപ്പെടുന്ന ഈ ശുപാർശ. പിന്നീട് ഓരോ വിഭാഗം ആളുകൾ ഒരുപാട് തലങ്ങളുമായി ശുപാർശയെ ബന്ധിച്ചിരിക്കുന്നു, പാപ്പികളായ മുവഹിദുകൾക്ക് വേണ്ടി. അപ്പൊ എൻ്റെ ശഫാഅത്ത് ലഭിക്കുക ആർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർക്കാണ് എൻ്റെ ശുപാർശ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ശുപാർശ ചെയ്യുക എന്ന്. എല്ലാ പ്രവാചകന്മാർക്കും ഓരോ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന അവർ നടത്തിക്കഴിഞ്ഞു ദുനിയാവിൽ വെച്ച് തന്നെ. ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റിവെച്ചിരിക്കുകയാണ് എൻ്റെ സമുദായത്തിന് ശുപാർശ ചെയ്യാൻ വേണ്ടി എന്ന് നബി പറയുന്ന ഒരു ഹദീസുണ്ട്. ലികുല്ലി നബിയിൻ ദഅവ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത. എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന ഓരോ പ്രാർത്ഥനകളുണ്ട്. അവരത് വേഗം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, പരലോകത്തേക്ക് വേണ്ടി. എന്നിട്ട് നബി പറഞ്ഞു, യൗമുൽ ഖിയാമയിൽ അവർക്കത് കിട്ടുമാർക്ക് ഫഹിയ നാഇല ഇൻഷാ അല്ലാഹ് മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ. ശിർക്ക് ചെയ്യാതെ മരിക്കുന്ന മുവഹിദുകൾക്കാണ് ആ ശുപാർശ ലഭിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പരലോകത്ത് ആ ശുപാർശ ലഭിക്കാൻ ആദ്യമായുള്ള ഒന്നാമത്തെ ഉപാധി ശിർക്കില്ലാതെ മരിക്കാന്ന തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഖാലിസം മിൻ ഖൽബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ എൻ്റെ ശുപാർശ ലഭിക്കും എന്ന ഹദീസും ഇതോട് ചേർത്ത് നമുക്ക് വായിക്കാം. ആ ശുപാർശയെ പറ്റിയാണ് മുവഹിദുകളായ പാപ്പികളായ ആളുകളുടെ കാര്യത്തിലുള്ള ശുപാർശ. അതുപോലെ തന്നെ ഹസനാത്തും സയ്യിആത്തും സമമായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ശുപാർശ. നന്മയുടെയും തിന്മയുടെയും തുലാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ രണ്ടും സമം, അത്തരം ആളുകൾക്ക് വേണ്ടി നബി ശുപാർശ ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്വർഗപ്രവേശം ലഭിക്കാത്ത, സ്വർഗത്തിൽ പോവാൻ അർഹതയുള്ളവർ, അതിന് അനുമതി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ശുപാർശ. ഇനി ശുപാർശയ്ക്ക് അനുമതികൾ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല എല്ലാ മനുഷ്യന്മാർക്കും ശഫാഅത്തിന് വേണ്ടി അനുമതി കൊടുക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ നരകത്തിൽ പ്രവേശിച്ച് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞവർക്ക് ആ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു അനുമതി. അഖ്രിജ് മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാൻ. അണു അളവ് ഈമാനുള്ളവരെയൊക്കെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോരാൻ ശുപാർശ. പലർക്കും ചാൻസ് ലഭിക്കുന്നൊരു ശുപാർശയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ, ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ, ജാമ്യം എടുത്തിട്ട് ഇറക്കിക്കൊണ്ടുവരാൻ, റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ ആളുകൾ പോവല്ലേ, അതൊരു ബഹുമതിയാണ്. ഞാനാണ് അവനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് എന്ന് പറയും. ഈ ബഹുമതി കൊണ്ട് ആദരിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഈ ബഹുമതി കൊടുക്കും. അങ്ങനെ ഒരു ശഫായത്ത് പല ആളുകളുടെ കാര്യത്തിലും പരലോകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അള്ളാഹുവെ മറന്ന് ജീവിക്കുന്ന ധിക്കാരിയായ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ശുപാർശയല്ല. അവിടെയൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ട ഇസ്ലാമികമായ സുപ്രധാനമായ തത്വമാണ് നേരത്തെ നമ്മൾ ഓർത്തത്. ലാ യശ്ഫഊന ഇല്ലാ ലിമൻ അദിന ലഹു വറളിയ ലഹു ഖൗല. പടച്ചവൻ ഇഷ്ടപ്പെട്ട, അവൻ അനുമതി നൽകിയ ആളുകൾക്ക് വേണ്ടി അല്ലാതെ അവർ ശുപാർശ ചെയ്യില്ല. ഇനി ഈ ശുപാർശ, പരലോകത്തെ ശുപാർശയെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിച്ചത്. അതാണ് ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്ന ശുപാർശ. സാധാരണ നിലയിൽ ഈ ശുപാർശ ദുനിയാവിലുള്ളതും പരലോകത്തുള്ളതും അതിൻ്റെ തീരുമാനാധികാരം ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, അധികാരം അള്ളാഹുവിന്.
അവൻ ഇഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ ഇന്നയാൾക്ക് ഇന്നയാളുടെ കാര്യത്തിൽ നിന്റെ ശുപാർശ സ്വീകരിക്കാമെന്ന് അനുമതി ലഭിച്ച ശേഷമല്ലാതെ ശുപാർശ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ ആദ്യം ഓതിയ ആയത്തുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതാണ്. ഇനി ഇവിടെ തന്നെ അതിന് ഉദാഹരണങ്ങളില്ലേ? നമുക്ക് പരത്തി പറയേണ്ടതില്ല. പ്രമുഖന്മാരുടെ ശുപാർശകൾ സ്വീകരിക്കപ്പെടാതെ പോയതുണ്ട്. വലിയ ആളുകളുടെ ശുപാർശ, നബിയുടെ ശുപാർശ സ്വീകരിക്കാത്ത രംഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കണേ പുറത്തു കൊടുക്കണേ പുറത്തു കൊടുക്കണേ എന്ന് പലതവണ പ്രാർത്ഥിച്ചിട്ട് ഇല്ല, അള്ളാഹു സ്വീകരിച്ചില്ല. അതൊക്കെ ശുപാർശയാണ്. മുനാഫിക്കുകളുടെ നേതാവ് മരിച്ചു, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂൽ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സമൂഹത്തിൽ ഒരംഗമായി ജീവിച്ച കപടന്മാരുടെ നേതാവ്. ജീവിതകാലത്ത് നബി പ്രത്യേക നടപടികളൊന്നും എടുത്തില്ല. ആ കപടനെയും കൂട്ടി സമൂഹം എന്ന നിലക്ക് ഒന്നിച്ചുപോയി. ആ കപടൻ മരിച്ചപ്പോൾ നബി ഒന്നുകൂടി ചെയ്തു. മകൻ ഓടി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഉപ്പയെ മറവ് ചെയ്യാൻ, കഫൻ ചെയ്യാൻ അങ്ങയുടെ കുപ്പായം വേണം എന്ന്. നബിയുടെ ഷർട്ടൂരി നബി കൊടുത്തു. ഇസ്ലാമിക സമൂഹത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയ കപടന്മാരുടെ നേതാവിനെ മറവ് ചെയ്യാൻ, കഫൻ ചെയ്യാൻ മുഹമ്മദ് റസൂലുള്ള ഉപയോഗിക്കുന്ന കുപ്പായം ജുബ്ബ എടുത്തു കൊടുത്തു. എന്നാ കൊണ്ടുപോയിക്കോ. ആ ജുബ്ബയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ മറവ് കഫൻ ചെയ്തത്. മകൻ വിശ്വാസികളുടെ കൂട്ടത്തിലാണ്, പിതാവ് കപടനാണ്, നബിക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് നബി സ്വീകരിച്ച നിലപാട്, ആ കപടൻ മരിച്ചു. നബി മയ്യത്ത് നമസ്കരിക്കാൻ നിന്നപ്പോൾ പിന്നൊരാള് പിടിച്ചു വലിച്ചു. എല്ലാറ്റിലും ഇടപെടുന്ന വിശ്വാസികളുടെ നേതാവ് ഉമറുൽ ഫാറൂഖ്, നബിയെ, ആ ഇവന് ഉബയ്യ് സുലൂലിന് നിസ്കരിക്കണോ? പിടിച്ചു പിന്നൊരു വലി. നബി മുന്നോട്ട് തന്നെ നിന്നു. നബി നമസ്കരിച്ചു. പിന്നെ ആയത്തിറങ്ങി, ലാ തഖും അലാ ഖബരിഹി വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരിഹി. ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആര് മരിച്ചാലും അവർക്ക് വേണ്ടി നീ നമസ്കരിക്കരുത്, അവന്റെ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കരുത് എന്ന ആയത്തിറങ്ങി. എന്നിട്ട് നബിയോട് ഒന്നുകൂടി പറഞ്ഞു, ലവിസ്തഗ്ഫർത ലഹും 70 മർറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. 70 തവണ നീ പ്രാർത്ഥിച്ചാലും ഇല്ല നബിയെ, അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഈ കപടന് വേണ്ടി നബി അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിച്ചല്ലോ. അതിനെപ്പറ്റി അള്ളാഹു പറയുന്നത് തീരുമാനം അവിടെ. നബിയല്ല പറഞ്ഞത്. മുഹമ്മദ് നബി പറയുന്നുണ്ട്, ഞാൻ എന്താ കാട്ടാന്ന് പേടിക്കുന്ന ആളാണോ പഠിച്ചവൻ? അള്ളാഹുവിന്റെ നബിയാണ്. നബിയെ, മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചത് പഠിച്ചവനാണ്. ആ നബിയെ നബിയാക്കി അയച്ചത് അള്ളാഹുവാണ്. അവൻ്റെതാണ് തീരുമാനം. ഇല്ല നബിയെ, ഇല്ല, നീ പറഞ്ഞാൽ ഞാൻ അവന് പുറത്തു കൊടുക്കണം തന്നെ പുറത്തു കൊടുക്കില്ല, അതിനോ യോഗ്യനല്ല. ഇതാണ് അള്ളാന്റെ തീരുമാനം. ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഖുർആൻ പറഞ്ഞു. ലഖദ് കാന ലക്കും ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഉസ്വ ഹസന. നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന മില്ലത്ത് ഇബ്രാഹിം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്ലാം മതം. നമ്മുടെ മതത്തെ പറ്റി ഖുർആൻ പറയുന്നത് മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മാർഗം. ആ ഇബ്രാഹിം നബിയെ നമുക്ക് മാതൃകയാണെന്ന് ഖുർആൻ പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ ഒരു സംഭവം ഒഴിവാക്കി. ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക്. എന്നാൽ ഇബ്രാഹിമിന് നിങ്ങൾക്ക് എല്ലാം മാതൃകയുണ്ട്. പക്ഷേ ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ ലഅസ്തഗ്ഫിറന്ന ലക്, പിതാവേ, താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കാം, ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. കാരണം ബഹുദൈവ വിശ്വാസിയായ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യരുത്. ഇതാണ്. ഇതോട് ചേർത്ത് ഉറക്കെ പറയാനല്ല, സ്വകാര്യമായി പറയാൻ എന്നേ ഞാൻ പറയുള്ളൂ. ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അനുമതി തേടി.
ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാവുന്ന സംഭവം എന്താണ്? അനുമതി. ഇസ്തഅ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി വഅൻ അസൂറ ഖബ്റഹ. എൻ്റെ മാതാവിന് വേണ്ടി പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞാൻ അനുമതി തേടി. അവരുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുമതി ചോദിച്ചു. എൻ്റെ പടച്ചവൻ എനിക്ക് ഖബർ സന്ദർശിക്കാൻ അനുമതി നൽകി, ഇസ്തിഗ്ഫാറിന് അനുമതി നൽകിയില്ല എന്ന് റസൂലുള്ള വെളിപ്പെടുത്തുന്നു. എന്നിട്ട് ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് നബി പോയി നിന്നു. ഫബക വഅബ്ക മൻ ഹൗലഹു. റിപ്പോർട്ടർമാർ പറയുന്നു, നബി കരഞ്ഞു. സ്വന്തം മാതാവിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അനുമതി ലഭിക്കാത്തതിൽ സങ്കടപ്പെട്ട് കരഞ്ഞു നബി. വഅബ്ക മൻ ഹൗല. അവിടെ കൂടി നിന്നവരെയും അത് കരയിപ്പിച്ചു. പ്രവാചകന്റെ ഭാവവും കരച്ചിലും കേട്ടുനിന്നവരും ആ കരച്ചിൽ പങ്കാളികളാക്കി. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിന്റെ ശരഹിൽ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിന് തലവാചകം കൊടുത്തത് ബാബു ജവാസി ഖബ്രിൽ മുശ്രിക്കീൻ എന്നാണ്. ബഹുദൈവ വിശ്വാസികളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, സന്ദർശിക്കുന്നത് അനുവദനീയമാകുന്നു എന്ന അധ്യായം എന്നാണ്. ഇത് തർക്കത്തിന് വേണ്ടി എടുത്തിട്ട് സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഭവം നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും പ്രവാചകന്മാരുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായി നാം മനസ്സിലാക്കാനുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ പിതാവാണ് അപ്പുറത്ത്, നബിയുടെ മാതാവാണ് ഇപ്പുറത്ത്. പിതാവിനെ കുറിച്ചും ഇതുപോലെ ചില റിപ്പോർട്ടുകളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അനുമതി ലഭിച്ചില്ല, പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പോലും അനുമതി ലഭിച്ചില്ല നബിക്ക്. പ്രാർത്ഥന സ്വീകരിക്കേണ്ടത് അല്ലാഹുവാണ്. റെക്കമെൻഡ് ചെയ്യാം, റെക്കമെൻഡിന് തന്നെ അനുവാദം ലഭിക്കാത്ത അവസ്ഥയാണ് ഇവിടെ. പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പോലും. ഈ ഒരു സ്ഥിതി വിശേഷമാണ് ശഫാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ. ആളെത്ര വലിയ ആളാണെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യ സൃഷ്ടിയും സട്ടാവിനോളം വലുതാവരുത്. അവന്റെ മഹത്വത്തെ അംഗീകരിച്ച് അവന് കീഴൊതുങ്ങി അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ അവനെ ഭരിക്കാനോ നയിക്കാനോ പറ്റുന്ന കുറെ ദല്ലാളുമാരാണ് ശിപാർശക്കാരായി കൊണ്ടു നടക്കുന്നതെങ്കിൽ അത് മതവിരുദ്ധം മാത്രമല്ല, അള്ളാഹുവിൻ്റെ മതത്തെ സമ്പൂർണ്ണമായും നിരാകരിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.